പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ട്രിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ എങ്ങനെ വളരെ പെട്ടെന്ന് എക്സാമിൽ സാധാരണയായി എല്ലാ എക്സാമിലും ചോദിക്കുന്ന ഒരു വിഷയമാണ് കൂട്ടുപലിശ. ആ കൂട്ടുപലിശ നമുക്ക് ഇക്വേഷൻ ബേസ് അല്ലാതെ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡിൽ എങ്ങനെ കാണാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ PSC മലയാളം ട്യൂട്ടോറിയൽ. നമുക്ക് ചെറിയൊരു ഉദാഹരണം നോക്കാം. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 അഥവാ മുതൽ 10,000, അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% പെർ ആനം. വർഷത്തിൽ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുപോലെ പീരിയഡ് 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. CA കൂട്ടുപലിശ എത്രയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനാണ് നമുക്കിത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സാധാരണ വരാറുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡ് ചെയ്യാമെന്നാണ് ഇവിടെ വിശദമാക്കുന്നത്. അപ്പോൾ നോക്കാം, എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A+B + AB / 100 ശതമാനമായിരിക്കും എഫക്റ്റീവ് പെർസെൻറ്റേജ്. അപ്പം നമ്മളിവിടെ A എന്ന് പറയുന്നത് ആദ്യ വർഷത്തെ പലിശ നിരക്ക്. ഇവിടെ 2 വർഷമാണ് മൊത്തം. അപ്പോൾ 10% ഒരു വർഷവും, അതുപോലെ രണ്ടാമത്തെ വർഷം 10% മൊത്തം. ഇങ്ങനെ ഒരു വർഷം 10. ഇവിടെ പെർ ആനുമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ആയതുകൊണ്ട് ഒരു വർഷം 10%, അടുത്ത വർഷം 10% അപ്പോൾ ഇവിടെ ഈ എഫക്റ്റീവ് മെത്തേഡ് എടുക്കുമ്പോൾ, എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡ് എടുക്കുമ്പോൾ ഈ ഒരു സൂത്രവാക്യം നമുക്ക് പല പ്രോബ്ലത്തിലും ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം. A എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ്, അപ്പോൾ 10. രണ്ടാമത്തെ B എന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷത്തിലെ ഇൻട്രസ്റ്റ്, അതും 10. അടുത്തത് A+B AB എന്ന് പറയുന്നത് 10 × 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2 0 കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വരുന്നത് 10 + 10 പ്ലസ് ഇവിടെ 1 × 1 1. അപ്പോൾ വരുന്നത് മൊത്തം 21%. അപ്പോൾ മൊത്തം 21% നമുക്ക് 2 വർഷത്തേക്ക് ഈ ഒരു 10,000 രൂപ നമ്മൾ നിക്ഷേപിച്ചാൽ, ബാങ്ക് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് 21%. അപ്പോൾ നമുക്കിതിൻ്റെ 21% കണ്ടു നോക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 10,000ൻ്റെ 21%. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇത് ഒന്നുമില്ലെങ്കിൽ ഇത് കട്ട് ചെയ്യാം. 100 × 21 2100 കിട്ടാം. അല്ലെങ്കിൽ ഇത് കാണാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഒരു 10% കാണാം, ഒരു സംഖ്യയുടെ 10% കാണാം. അപ്പോൾ 10,000ൻ്റെ 10% കാണാം. നമ്മൾ ഈ ഒരു 0 ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 1000 കിട്ടും. അങ്ങനെ 20% ആകുമ്പോൾ 2000. പിന്നെ അതിൻ്റെ 1% കാണാൻ. ഇപ്പോൾ 10% 1000 ആണെങ്കിൽ 1% കാണാം. ഈ ഒരു 0 കട്ട് ചെയ്യുക, അപ്പോൾ 100 കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2100. ഇത് നമ്മോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് പ്രിൻസിപ്പൽ എമൗണ്ടും നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ചെയ്യേണ്ടത് 10,000 + 2,100. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 12,100. 12,100 നമുക്ക് ടോട്ടലായിട്ട് 2 വർഷം കഴിഞ്ഞാൽ ആ ബാങ്കിൽ നിന്നും, കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്നും നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 12,100. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 3 വർഷത്തേക്ക് തന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാണ്. നമുക്ക് ഈ ഒരു നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന്. ഇപ്പോൾ 10,000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്, 10% പലിശ നിരക്ക്, 3 വർഷത്തേക്ക്, പീരിയഡ് 3 വർഷമാണ്. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ കാണാൻ എങ്ങനെ ഉപയോഗിക്കാം ഈ ഒരു എഫക്റ്റീവ് മെത്തേഡ്. A+B 100 ഇതാണല്ലോ നമ്മുടെ എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡ്. അത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് 3 വർഷമാണ്. അപ്പോൾ 10% ഒരു വർഷം, വീണ്ടും 10%, വീണ്ടും 10%. ഇങ്ങനെ 3 വർഷത്തേക്കാണ് നമുക്ക് പലിശ നിരക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് 2 വർഷത്തേക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് 2 വർഷം ഈ ഒരു എമൗണ്ട്
10,000 രൂപ 2 വർഷത്തേക്ക് എങ്ങനെ കാണേണ്ടത് നമ്മൾ കണ്ടു. അപ്പോൾ അത് നമുക്ക് വരുന്ന 21%. 21% നമുക്ക് കിട്ടി. ആ 21% നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഇവിടെ 2 വട്ടം ചെയ്യണം. ഈ ഒരു ഫസ്റ്റ് 2 വർഷം കാണാം. അതിന് ശേഷം വീണ്ടും ഒരു തവണയും കൂടി ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 3 വർഷത്തേക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് A+B. എ എന്ന് പറയുന്നത് ഇവിടെ 21% എടുക്കുക, പ്ലസ് ബി എന്ന് പറയുന്നത് 10%. ഈ 3-ാമത്തെ വർഷത്തെ എമൗണ്ട് 10% പ്ലസ് 21 × 10 100. 10 ഇവിടെ കട്ട് ചെയ്ത് പോകുമ്പോൾ ബാക്കി 10 ആണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുമ്പോൾ 21 പ്ലസ് 10 പ്ലസ് 21 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2.10 കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ടോട്ടൽ ചെയ്താൽ 21 + 10 31, 31 2 33.10%. 10,000 രൂപ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നമ്മൾ 10% ആനുവൽ ഇൻട്രസ്റ്റിൽ 3 വർഷം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 33.10%. ഇനി 33.10% എത്രയെന്ന് നോക്കാം നമുക്ക്. 33 അപ്പോൾ 10,000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. 10,000-ൻ്റെ 10% നമുക്കറിയാം 1000 ആണ്. അപ്പോൾ 3 × 1000 30%, 3,000 രൂപ. ഇനി നമുക്ക് 3% കാണണം. 30% നമ്മൾ 3,000 ആണെങ്കിൽ 3% എന്ന് പറയുമ്പോൾ 1 0 കട്ട് ചെയ്യുക, അപ്പോൾ 300 രൂപ. ഇനി നമുക്കറിയാം 10% എന്ന് പറഞ്ഞാൽ 1000 ആണ്. അതുപോലെ 1% എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 0.1 എന്ന് പറഞ്ഞാൽ 10 രൂപ. അപ്പോൾ 3,310 രൂപയാണ് നമുക്ക് കൂട്ടുപലിശയായിട്ട് കിട്ടുക. ഇനി നമ്മോട് ചോദിക്കുകയാണ് പലിശയും അതുപോലെ മുതലും എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചാൽ 10,000 പ്ലസ് 3,310 രൂപ. അപ്പം നമുക്ക് കിട്ടുന്നത് 13,310. 13,310 രൂപയാണ് അയാൾക്ക് 3 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 13,310 രൂപയാണ്. നമുക്ക് നോക്കാം, ഇതന്നെ ഈ ഒരു പ്രോബ്ലം തന്നെ നമുക്ക് അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചാൽ നമുക്ക് 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് എങ്ങനെ കണക്കാക്കാം, ഈ എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡിൽ എങ്ങനെ കണക്കാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡ് നമുക്കറിയാം A+B + AB 100. ഈ ഒരു മെത്തേഡിൽ നമ്മൾ എയും ബിയും എങ്ങനെ എടുക്കുന്നത് നമ്മൾ നോക്കാം. അപ്പോൾ അർദ്ധവാർഷികമായിട്ട് കണക്കാക്കുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% പെർ ആനും ആണ്. ഇവിടെ വർഷത്തിലാണ് 10%. അപ്പോൾ നമ്മൾ അർദ്ധവാർഷികമായി എടുക്കുമ്പോൾ ഇവിടെ എ എന്ന് എടുക്കുന്നത് 5, 10ൻ്റെ പകുതി 5% എടുക്കാൻ പറ്റൂ, പ്ലസ് 5 പ്ലസ് 5 × 5 100 ഇങ്ങനെ എടുക്കാൻ പറ്റൂ. അപ്പോൾ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അർദ്ധവാർഷികമായിട്ടാണ് കണക്കാക്കുന്നത് കൊണ്ട് അവിടെ 5% മാത്രമേ എടുക്കാൻ കഴിയൂ. കാരണം 1 വർഷത്തിലാണ് 10%. അപ്പോൾ പകുതി എന്ന് പറയുമ്പോൾ 5%. 5% എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഇവിടെ 5 + 5 10 വരും, പ്ലസ് 5 × 5 25 വരും. 25 / 100 എന്ന് പറഞ്ഞാൽ 0.25 വരും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ 10.25% നമുക്ക് അർദ്ധവാർഷികമായി കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന പെർസെൻറ്റേജ് ആണ് 10.25. ഇനി 10.25 എത്ര എമൗണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 10,000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. അതിൻ്റെ 10% നമ്മൾ നേരത്തെ പറഞ്ഞു, അത് 1000 രൂപ. ഇനി നമുക്ക് 2.25% കാണണം. അപ്പോൾ നമുക്ക് നോക്കാം, 10% 1000 രൂപയാണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ അത് 100 രൂപയാണ്. 1% 100 രൂപ. അപ്പോൾ 0.25 എന്ന് പറയുമ്പോൾ അത് 1/4 ആണ്. ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ അപ്പോൾ 25 രൂപയാണ് 0.25. 0.25% എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. അപ്പോൾ നമുക്ക് 1025 രൂപയാണ് ടോട്ടൽ നമുക്ക് കിട്ടുക. പലിശയായിട്ട് കിട്ടുക 1025 രൂപ. 10.25% നമുക്ക് പലിശ കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ 0.25% 25 രൂപയാണ്. അപ്പോൾ 1025 രൂപയാണ് നമുക്ക് പലിശയായിട്ട് കിട്ടുക. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ചോദിച്ചാൽ 10ഉം 10,000 പലിശയും 10,000 പ്രിൻസിപ്പൽ എമൗണ്ടും 1025 രൂപ നമ്മളുടെ പലിശയും കിട്ടി. മൊത്തം കിട്ടുന്നത് 11,025 രൂപയാണ് നമുക്ക് അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുന്ന ബാങ്കിൽ
നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 11,025 രൂപ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.